Good morning. Good morning. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ എവിടെ വരെ എടുത്തിരുന്നേ? എത്ര ഫോർമുലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേ? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരും ഉണ്ടായില്ലേ? എത്ര ഫോർമുലാസ് പറഞ്ഞു നിർത്തിയില്ല. 10 അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? 10 ഫോർമുലാസ് വരെയും ക്ലിയർ അല്ലേ? ഓക്കെ അതെ മാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. തന്നെ അതിനനുസരിച്ച് ആ ഫോർമുല അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയും ചെയ്യണം. ആ ഫോർമുല അങ്ങനെ തന്നെയായിരിക്കും കൊടുത്തിരിക്കുക കേട്ടോ. അപ്പൊ അതിൽ ചിലപ്പോ ഡിനോമിനേറ്റർ മുകളിലേക്ക് എഴുതാം അല്ലെ, ഡിനോമിനേറ്റർ താഴെയായിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻറ്റു ഉള്ളത് ബൈ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ മൈനസ് ആയിട്ടോ പ്ലസ് ആയിട്ടോ എഴുതാം. അതുപോലെ ചിലപ്പോൾ ഇൻറ്റു എന്നുള്ളത് 1000 ആക്കാം, 1000 എന്നുള്ളത് ചിലപ്പോൾ 10 ആക്കാം. അങ്ങനെയുള്ള നമ്പറുകളൊക്കെ വ്യത്യാസം വരുത്തിയൊക്കെ തരാട്ടോ. അതുപോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ന് എഴുതാതെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് തരാറുണ്ട്. അങ്ങനെ പല ഓപ്ഷൻസ് വന്നാലും കൃത്യമായിട്ടുള്ള ഫോർമുല നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാല് തെറ്റില്ല കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ബാക്കിയുള്ളത് പഠിക്കണമെന്നല്ല മിസ് പറയുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ പറയുന്നത് പഠിക്കാം. ബാക്കിയുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. ഇൻ കേസ് എങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസറുമായി ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങളിൽ വന്നാലും നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് 11th ആണ് നോക്കുന്നത്. Return to the emergency department within 72 hours with similar presenting complaints. എന്താണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നാ പറഞ്ഞേ? 72 മണിക്കൂറിനുള്ളിൽ സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. അതായത് ഇപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് വരാൻ, എന്തെങ്കിലും ഒരു അബ്നോമിനൽ പെയിൻ ആയിട്ട്, ഒരു വയറുവേദനയായിട്ട് ഒരു എമർജൻസി. ഇപ്പൊ നമ്മൾ എപ്പോഴും എങ്ങനെയാ പെട്ടെന്ന് ഭയങ്കര വയറുവേദന കൂടുമ്പോൾ നമ്മൾ എപ്പോഴും കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എല്ലാവരും പോവുക പെട്ടെന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരാൾ ഒരു അബ്ഡോമിനൽ പെയിനുമായിട്ട് ഒരു വയറുവേദനയുമായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. എന്താണ്, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. വേണമെങ്കിൽ ഇഞ്ചക്ഷൻസ് ആണെങ്കിൽ അത് ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കും അല്ലെ. വേദനയുടെ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അതിന്റെ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ആൾക്ക് എന്തായി, കുറച്ച് നോർമലായി, സുഖമായി. അവർക്ക് ആ ഒരു വേദനയുടെ ആ ഒരു തോത് കുറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്യും, എന്താ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും, അവര് പോകും അല്ലെ. ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും ഇല്ലേ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരാള് വന്ന് പോയി കഴിഞ്ഞ് അതേ വയറുവേദന അല്ലെങ്കിൽ അതേപോലെ തന്നെയുള്ള അബ്ഡോമിനൽ പെയിൻ പിന്നെയും അവർക്ക് വരാണ്. അതൊരു സമയം കൊടുത്തിട്ടുണ്ട്. 72 മണിക്കൂറിനുള്ളിൽ ഇതേ സെയിം കണ്ടീഷൻ അവർക്ക് ഒന്നുകൂടി വരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും, ഇതേ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ നമ്മൾ റേറ്റ് നോക്കുന്നത് കേട്ടോ. അതാണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. സിമിലർ ആയിട്ടുള്ള, അതായത് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് സിമിലർ കംപ്ലൈൻസ് ഒരു പ്രാവശ്യം അവർ വന്ന് അവർക്ക് കുറവായിട്ട് പോയതാണ്. അത് കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ അവർക്ക് ഇതേ സെയിം കണ്ടീഷൻ വീണ്ടും വരികയാണെങ്കിൽ അവർ തിരിച്ച് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതിന്റെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. മനസ്സിലായോ? അത് ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്? ഓക്കെ, then formula നോക്കി. Number of returns to emergency within 72 hours with similar presenting complaints. ആ നെയിം ആ ഒരു ഹെഡിങ് തന്നെ നമ്മൾ എടുത്തെഴുതിയേക്കാണ് അല്ലെ. നോക്കിയേ എത്ര, അതായത് ഈ 72 മണിക്കൂറിനുള്ളിൽ ഈ സിമിലർ കംപ്ലൈൻസ് ആയിട്ട് എത്ര ആളുകള് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് who have come to emergency. ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന പേഷ്യൻസിന്റെ ആകെ എണ്ണം into 100. ഇതാണ്
ഫോർമുല. എന്താണ്? നമ്പർ ഓഫ് റിട്ടേൺസ് ടു എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. 72 മണിക്കൂറിൽ ആ സിമിലർ കംപ്ലൈൻസുമായിട്ട് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര പേഷ്യൻസ് തിരികെ വന്നിട്ടുണ്ട് അവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു എമർജൻസി. ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന ആ പേഷ്യൻസ്, എല്ലാ പേഷ്യൻസിന്റെയും മൊത്തം എണ്ണം ഇൻറ്റു 100. കിട്ടിയോ ഫോർമുല? ക്ലിയർ ആണോ? 11th വൺ ക്ലിയർ അല്ലേ? ഓക്കെ. 12th വൺ നോക്കി. 12th one, incidence of hospital associated pressure ulcers after admission, that is bed sore per 1000 patient days. കേട്ടിട്ടുണ്ടോ? പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്. എന്താണ് അനു പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്നേ? പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ്? നമ്മൾ കിടപ്പ് രോഗികളൊക്കെ കണ്ടിട്ടില്ലേ? അതെ, കിടപ്പ് രോഗികളൊക്കെ ഒരു കുറെ നാളിങ്ങനെ കിടന്ന് കഴിയുമ്പോ അവരുടെ പുറം എന്ത് ചെയ്യും? പൊട്ടും അല്ലെ? പൊട്ടുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? അതിനെയാണ് പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് എത്രത്തോളം ഈ ഹോസ്പിറ്റൽ അസോസിയേറ്റഡ്, ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് ട്രീറ്റ്മെന്റിൽ അവർ കുറെ നാളായിട്ട് കിടപ്പ് രോഗികളാണ്. അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് എത്ര ആളുകൾക്ക് ഈ പറയുന്ന പോലെയുള്ള പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ ബെഡ് സോറുകൾ വരുന്നുണ്ട്, അതിന്റെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, a pressure ulcer is localized injury to the skin and or underlying tissue, normally over a bony prominence. എന്താ ഒരു പ്രഷർ അൾസർ അല്ലെങ്കിൽ ഒരു ബെഡ് സോർ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ബെഡ് സോർ അല്ലെങ്കിൽ ഒരു പ്രഷർ അൾസർ എന്ന് പറയുന്നത് ഒരു ലോക്കലൈസ്ഡ് ഇഞ്ചുറി, ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിക്കാണ് അല്ലെ? അത് സ്കിന്നിന് വരുന്നതല്ലേ? അല്ലെങ്കിൽ ഒരു അണ്ടർലൈൻ ടിഷ്യൂ അല്ലെ? നോക്കിയേ, നോർമലി ഓവർ എ ബോണി പ്രോമിനൻസ്. എന്താ? ബോൺ ഈസ് ക്ലോസ് ടു ദ സ്കിൻ. എപ്പോഴും നമ്മുടെ പുറം ഭാഗം എങ്ങനെയാണ്? ബോണും സ്കിന്നും തമ്മിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ അല്ലെ? അങ്ങനെയുള്ള ഏരിയകളിലാണ് ഈ പറയുന്ന രീതിയിലുള്ള സ്കിന്നിന് അല്ലെങ്കിൽ അണ്ടർലൈൻ ടിഷ്യൂസിന് ഇഞ്ചുറീസ് വരുന്നത്. അതിനെയാണ് ഈ പ്രഷർ അൾസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആസ് എ റിസൾട്ട് ഓഫ് പ്രഷർ. ഇനി ഇതെന്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് വരാ? അപ്പൊ ഒരുപാട് നാളിങ്ങനെ കിടപ്പ് എടുക്കുമ്പോ അവരുടെ പുറത്ത് എന്ത് വരും? അതിന്റെ ഭാഗമായിട്ട് പ്രഷർ അനുഭവപ്പെടാം അല്ലെ? അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് നോക്കിയേ, or pressure in consolidation with shear. അതായത് എന്തെങ്കിലും കത്രികകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാവുന്നത് ചെറിയൊരു മുറിവായിരിക്കും ചിലപ്പോൾ ഉണ്ടാവാം. അതെന്ത് ചെയ്യാം? ദൃഢപ്പെടാം അല്ലെ? വലുതാവാം. എന്തെങ്കിലും ഷിയർ ആയതെങ്കിലും കത്രികകൾ കൊണ്ടൊക്കെയുള്ള മുറിപ്പാടുകൾ ഉണ്ടാവുന്നത് വലുതാവുന്നതാവാം. ആൻഡ് ഫ്രിക്ഷൻ. എന്താ? പിന്നെ കുറെ നാൾ കിടക്കുമ്പോ അവരെന്ത് ചെയ്യും? അവരുടെ പുറം എന്താവും? ഒരയും അല്ലെ? ഫ്രിക്ഷൻ ഉണ്ടാവും, ഒരയിലും. അങ്ങനെ ഒരഞ്ഞുകൊണ്ടാണെങ്കിൽ എന്താണ്? ഒരുപാട് പ്രഷർ അവരുടെ പുറത്ത് വരുന്നത് കൊണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കത്രികൾ കൊണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും മുറിവുകൾ വന്ന് അത് എന്ത് ചെയ്യുന്നതാവാം? ദൃഢപ്പെടുന്നതാവാം. അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരുന്നത്? പ്രഷർ അൾസർ വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ ബെഡ് സോർ വരുന്നത്. ക്ലിയർ അല്ലേ? നോക്കിയ നെക്സ്റ്റ് ഫോർമുല. അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിംഗ് ഓഫ് പ്രഷർ അൾസേഴ്സ്. എന്താണ്? അവിടെ എത്ര പേർക്ക്, അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസില് എത്ര ആളുകൾക്ക് പുതിയതായിട്ട് ഈ പ്രഷർ അൾസർ വന്നു, അല്ലെങ്കിൽ നിലവില് ഓൾറെഡി ചിലപ്പോൾ ചിലർക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെയുള്ള പ്രഷർ അൾസേഴ്സ് ഉണ്ടാവും, ചെറിയ പൊട്ടലുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതെന്ത് ചെയ്യാം? എത്ര പേർക്ക് അത് വേഴ്സണിംഗ് ഓഫ് പ്രഷർ അൾസേഴ്സ്, എന്താ വഷളായി അല്ലെങ്കിൽ അത് കൂടി അല്ലെ? അത് അധികം മോശമായി അല്ലെങ്കിൽ ഇത്രത്തോളം അത് വഷളായി. ഒന്നില്ലെങ്കിൽ പുതിയ പേഷ്യൻസിന് എത്ര എണ്ണം വന്നു, അതോടൊപ്പം തന്നെ എന്താ എത്ര പേർക്ക് ഉണ്ടായിരുന്നതിന്റെ അവസ്ഥ കുറച്ചും കൂടി മോശമായി. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം divided by total number of patient days into 1000. എന്താ ടോട്ടൽ നമ്പർ ഓഫ് എത്ര പേഷ്യൻസ് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അവരുടെ എണ്ണത്തില് എത്ര ആളുകൾക്ക് ഈ പറയുന്ന പ്രഷർ അൾസേഴ്സ് അല്ലെങ്കിൽ അതിന്റെ നിലവിലത് പുതിയതായിട്ട് ചിലപ്പോൾ കുറച്ച് പേർക്ക് പുതിയതായിട്ട് കണ്ടതാവാം, ചിലർക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് പേഴ്സണിങ് അല്ലെങ്കിൽ വഷളായതാവാം. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം into 1000. കിട്ടിയോ? 12th one ക്ലിയർ ആയോ?
Okay. Then 13th നോക്കിയേ catheter associated urinary tract infection rate. അല്ലെ നമ്മൾ കത്തീറ്ററിന്റെ കാര്യമൊക്കെ പഠിച്ചതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് ഇപ്പൊ യൂറിൻ ഒക്കെ പോവാത്തവർക്കാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാതെ പോകുന്നതിന് വേണ്ടി എന്താ യൂസ് ചെയ്യാറ്? കത്തീറ്റർ ഇടാറില്ലേ? കേട്ടിട്ടുണ്ടോ അത് കത്തീറ്റർ ഇടുന്നത്? അപ്പൊ ഈ ഒരു കത്തീറ്റർ ഇടുന്ന സമയത്ത് ചില ആളുകൾക്ക് എന്ത് പറ്റാം? അതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവില്ല. ഇങ്ങനെ കത്തീറ്റർ യൂസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇൻഫെക്ഷൻ ഉണ്ടാവണമെന്നില്ല. ചില ആളുകൾക്ക് എന്ത് ചെയ്യാം? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അതിന്റെ റേറ്റ് ആണ് നമ്മൾ 13th വണ്ണിൽ നോക്കുന്നത് കേട്ടോ. നോക്കിയേ ഫോർമുല: number of urinary catheter associated UTIs in a month. ഒരു മാസത്തില് ഇങ്ങനെ കത്തീറ്റർ ഉപയോഗിച്ച് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായ ആളുകളുടെ എണ്ണം divided by number of urinary catheter days in that month. എത്ര ആളുകൾ ഒരു മാസം ഒരുപാട് ആളുകൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും? ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഈ ഒരു കത്തീറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? യൂറിൻ പോകാനായിട്ടുള്ള ആ ഒരു ഫെസിലിറ്റി ചെയ്തു കൊടുത്തിട്ടുണ്ടാവും അല്ലെ. കത്തീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് പേരുണ്ടാവില്ലേ? അതിലെല്ലാവർക്കും എന്തുണ്ടാവില്ല? ഈ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവില്ല അല്ലെ. അതിന് കുറച്ചു പേർക്കല്ലേ ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവിടെ എന്താ കാണുന്നത്? എത്ര ആളുകൾക്കാണോ ഒരു മാസത്തിൽ എത്ര ആളുകൾക്കാണോ ഈ കത്തീറ്റർ അസോസിയേറ്റഡ് ആയിട്ട് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നത്, അവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താ? അവിടെ ആ മാസത്തിൽ എത്ര പേര് മൊത്തം ആ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കത്തീറ്ററുകൾ ഉപയോഗിച്ചു, മൊത്തം എത്ര പേര് കത്തീറ്റർ ഉപയോഗിച്ചു, അതിനെത്ര പേർക്ക് എന്ത് വന്നു? ഈ ഒരു ഇൻഫെക്ഷൻ വന്നു ഇൻറ്റു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല. കിട്ടിയോ? കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? യൂറിനുമായിട്ട് അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട് ചിലർക്ക് എന്താണ് ഒരു യൂറിൻ പോവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അവർ എന്താ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? കത്തീറ്റർ ഉപയോഗിച്ചാണ് അതിനുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ അത് കത്തീറ്റർ ചെയ്യുമ്പോൾ എന്താ ഇൻഫെക്ഷൻസ് ഉണ്ടാവണമെന്നില്ല. ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള കത്തീറ്റർ ഒരു മാസത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൽ കുറച്ചു പേർക്ക് മാത്രമേ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതിൽ എത്ര പേർക്ക്? കുറച്ചു പേരാണെങ്കിലും ആ ഒരു കുറച്ച് നമ്പർ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഇൻഫെക്ഷൻ ഉണ്ടായവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര പേര് ആ മാസത്തിൽ കത്തീറ്റർ ഉപയോഗിച്ചു, അതിൽ എത്ര പേർക്ക് ഇൻഫെക്ഷൻ വന്നു ഇൻറ്റു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല. കിട്ടിയോ? 13th വൺ ഓക്കെ ആണോ? ഓക്കെ. Then 14th നോക്കിയേ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്താ? ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകൾക്ക് ന്യൂമോണിയ വന്ന കേസുകള് കേട്ടിട്ടുണ്ടോ? വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയാസ് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ അങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ റേറ്റ് ആണ് നോക്കുന്നത് കേട്ടോ. നോക്കി വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 14ാമത്തതും ആ ഒരു പേജിൽ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് 16ാമത്തതും കേട്ടോ. 14th and 16th കേട്ടോ. അത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ. നോക്കിയേ എന്താണ് 14th പറയുന്നത്? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമോണിയ വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു റേറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. നോക്കിയേ അതിന്റെ ഫോർമുല: നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. ഒരു മാസം എത്ര ആളുകൾക്ക് അല്ലെ എത്ര പേഷ്യൻസിന് വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയാസ് വന്നു, അവരുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ. അതിലെല്ലാവർക്കും ന്യൂമോണിയ വരില്ലല്ലോ അല്ലെ. എല്ലാവർക്കും ന്യൂമോണിയ വരണമെന്നില്ല അല്ലെ. കുറച്ചു പേർക്കായിരിക്കും ആ ഒരു വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മാസം എത്ര ആളുകള് ആ വെന്റിലേറ്റർ ഉപയോഗിച്ചു, അവരുടെ എണ്ണം, അതിനെത്ര പേർക്ക് ഈ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയാസ് ഉണ്ടായി ഇൻറ്റു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല കേട്ടോ. നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് divided by number of ventilator days in that month into 1000. ഇതാണ് ഒരു മാസം എത്ര പേര് എന്ത് വെന്റിലേറ്റേഴ്സ് ഉപയോഗിച്ചു, അവരുടെ ആകെ എണ്ണം, അതിൽ എത്ര പേർക്ക് എന്ത് വന്നു, ഈ ഒരു വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ ഉണ്ടായി ഇൻറ്റു 1000.
കിട്ടിയോ? അത് 14th വൺ ക്ലിയർ ആണോ? ഓക്കെ. 15th നോക്കി, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ് ഒരു സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മള് വെയിനിലേക്ക്, സെൻട്രൽ ലൈൻ ഉദ്ദേശിക്കുന്നത് എന്താ അവിടെ എന്ന് പറഞ്ഞാല്, വെയിനിലേക്ക് നമ്മൾ നേരിട്ട് വെയിനിലേക്ക് ഇഞ്ചക്ഷൻ ഒക്കെ നടത്താറില്ലേ, ഡ്രിപ്പുകളൊക്കെ ഇടുമ്പോ അങ്ങനെയല്ലേ ചെയ്യാറ്, ട്രിപ്സ് ഒക്കെ ഇടാറില്ലേ, വെയിനിലേക്ക് നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് എന്തുണ്ടാവാം, അതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് വരാം. അത് വളരെ കുറച്ച് ആളുകൾക്ക് ഉണ്ടാവുള്ളൂ, പക്ഷെ ആ അത്രയും കുറച്ച് കാര്യം നമ്മളിവിടെ റേറ്റ് എന്ത് ചെയ്യണം, എടുത്ത് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 15th ഫോർമുല കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. അതായത് വെയിനിലേക്ക് നമ്മൾ നേരിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രിപ്പുകളൊക്കെ ഇടുന്ന സമയത്ത് ചില ആളുകൾക്ക് എന്ത് ചെയ്യാം, അതുവഴി ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ നേരിട്ടല്ലേ കൊടുക്കുന്നത്, അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് എന്തുണ്ടാവാം, ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ റേറ്റ് ആണ് 15th കാണുന്നത് കേട്ടോ. നമുക്ക് ഈ ഫോർമുല, നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് മന്ത്, ഒരു മാസത്തില് എത്ര ആളുകൾക്ക് ഇങ്ങനെയുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റുകൾ അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായി, അതിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ഒരു മാസം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു മാസം എത്ര പേർക്ക് നമ്മൾ ഇങ്ങനെയുള്ള സെൻട്രൽ ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വെയിനിലേക്ക് നേരിട്ട് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ ഡ്രിപ്പുകളൊക്കെ കൊടുത്തു, അതിന് കുറെ പേർക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അവരുടെ ആകെ എണ്ണത്തിൽ എത്ര പേർക്ക് അതുമായി ബന്ധപ്പെട്ട് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഉണ്ടായി, അവരുടെ എണ്ണം ഇൻറ്റു 1000 ആണ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് കാണാനുള്ള ഫോർമുല. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. നമ്മുടെ ആ ഒരു സെൻട്രൽ ലൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വെയിൻസിലോട്ട് നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഡ്രിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഇടുന്ന സമയത്ത് അവിടെ ഇൻഫെക്ഷൻസ്, ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ എത്ര പേർക്കാണ് അത് ഉണ്ടായത്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് അല്ലെ. അപ്പൊ അതിൽ മൊത്തം ഒരു മാസം ചിലപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ ഈ പറയുന്ന ഡ്രിപ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെൻട്രൽ ലൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് എത്ര പേർക്കാണോ അങ്ങനെയുള്ള ചെയ്ത എല്ലാവരുടെയും മൊത്തം എണ്ണമാണ് ഡിനോമിനേറ്ററിൽ വരിക. അതിൽ എത്ര പേർക്ക് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് എത്ര പേർക്ക് അത് ഉണ്ടായി ഇൻറ്റു 1000. കിട്ടിയോ? 15th വൺ കിട്ടിയോ? ഓക്കെ. 16th നോക്കിയേ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് നമുക്കറിയാം അല്ലെ. സർജറി നടത്തിയ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന, ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അല്ലെ. ആ ഒരു സൈറ്റിൽ ആ ഒരു പ്രത്യേക പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ്. ചിലപ്പോ സ്റ്റെറിലൈസ്ഡ് ആവാത്ത അല്ലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടൊക്കെ ആവാം ആ ഒരു ഇൻഫെക്ഷൻ വരുന്നത്. പ്രധാന കാരണങ്ങളൊക്കെ അതൊക്കെ ആയിരിക്കും. അതുപോലെ അതിന്റെ ആ ഒരു റേറ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. നോക്കിയേ ഫോർമുല, ദ നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസത്തിൽ എത്ര ആളുകൾക്കാണ് ഇങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കുന്നത്, അവരുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തിൽ എത്ര സർജറീസ് ആണ് അവിടെ നടത്തിയത് അല്ലെങ്കിൽ എത്ര സർജറീസ് ആണ് അവിടെ പെർഫോം ചെയ്തത്, അതിന്റെ മൊത്തം എണ്ണം. ഇപ്പൊ ഒരു 100 സർജറി ആണ് അവിടെ ഒരു മാസത്തിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ എത്ര എണ്ണത്തില് ഇങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് വന്നു ഇൻറ്റു 100. മനസ്സിലായോ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് സർജിക്കൽ ഇൻഫെക്ഷൻസ് ഇൻ എ ഗിവൺ മന്ത്. ഒരു മാസത്തിൽ എത്ര ആളുകൾക്ക് ഇങ്ങനെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായി, അവരുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസത്തിൽ പെർഫോം ചെയ്ത നടത്തിയ സർജറികളുടെ മൊത്തം എണ്ണം ഇൻറ്റു 100. മനസ്സിലായോ? 16th ക്ലിയർ ആണോ? ഓക്കെ. 17th നോക്കി. 17th ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കി നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നോക്കി, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. എന്താ ഹാൻഡ് ഹൈജീൻസ് കംപ്ലൈൻസ് പറയുന്നത് പാലിക്കുന്നവരുടെ റേറ്റ് ആണ് കേട്ടോ. ഹാൻഡ് ഹൈജീൻസ് നമ്മള് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ റേറ്റ് നോക്കിയില്ലായിരുന്നോ ആദ്യം? സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ നോക്കിയില്ലേ ഡയഗ്നോസ്റ്റിക് ഏരിയയില്? അതുപോലെ തന്നെ
ഹാൻഡ് ഹൈജീൻസ് പാലിക്കുന്നവരുടെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയ ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. എന്താണ് അവിടെ ആ ഒരു ഹാൻഡ് ഹൈജീൻ പാലിക്കുന്ന അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ ആകെ എണ്ണം, ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്, ഹാൻഡ് ഹൈജീൻ ചെയ്യാനുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻസ് പെർഫോംഡ്. അവിടെ ആ ഒരു ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നതിന്റെ ആകെ എണ്ണം. അപ്പൊ ആ ഒരു ഹാൻഡ് ഹൈജീൻ നടക്കുമ്പോൾ അവിടെ അത് പാലിക്കേണ്ടതായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാവുമല്ലോ, അത് എത്ര നമ്പേഴ്സ് ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്, ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ ചെയ്യാനുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. മനസ്സിലായോ? 17th വൺ ഹാൻഡ് ഹൈജീന് നമ്മൾ ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നവരുടെ റേറ്റ് നമ്മൾ എടുത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഹാൻഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ എണ്ണം എത്ര പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്, ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുടെ എണ്ണം. മൊത്തം ഇപ്പൊ ഒരു 100 അവസരങ്ങൾ നമുക്ക് ഹാൻഡ് ഹൈജീൻ ചെയ്യാനുണ്ടായിരുന്നു, അതാണ് ഡിനോമിനേറ്ററിൽ വരിക. അതിൽ എത്ര എണ്ണമാണ് ചെയ്തത് അതാണ് ന്യൂമറേറ്ററിൽ വരിക. മനസ്സിലായോ? ഇൻറ്റു 100 ചെയ്താൽ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ് കിട്ടും. മനസ്സിലായോ? 17th വൺ ക്ലിയർ ആയോ? ഓക്കെ. Then 18th നോക്കിയേ, percentage of cases who received appropriate prophylactic antibiotics within the specified time frame. എന്താ പ്രോഫിലാക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസ് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ? പ്രോഫിലാക്റ്റിക്കിന്റെ മീനിങ് എന്താണ്? രോഗനിവാരണം അല്ലെങ്കിൽ രോഗപ്രതിരോധം കേട്ടോ, അതാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ രോഗനിവാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ആന്റിബയോട്ടിക്സ് കഴിക്കാറില്ലേ നമ്മൾ ആന്റിബയോട്ടിക്സ്. അതുപോലെ തന്നെ ഇപ്പൊ സർജറി ചെയ്തവരുടെ, അതായത് ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ ആളുകളുടെ കേസാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ ആളുകൾ അവരുടെ രോഗപ്രതിരോധത്തിന് അല്ലെങ്കിൽ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സ് കഴിക്കാറുണ്ടല്ലോ. അങ്ങനെ എത്ര പേര് ഇങ്ങനെ സർജറി കഴിഞ്ഞ് അവരുടെ രോഗനിവാരണത്തിന് അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിനായി ആന്റിബയോട്ടിക്കുകൾ സ്വീകരിച്ചു, അവരുടെ റേറ്റ് ആണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, പെർസെന്റേജ് ഓഫ് കേസസ് who received appropriate prophylactic antibiotics within the specific time frame. ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില്, ആ ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളില് എത്ര ആളുകള്, എത്ര പേഷ്യൻസ് അവരുടെ രോഗനിവാരണത്തിനായിട്ട് അവരെന്ത് ചെയ്തു? ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു. അതിന്റെ പെർസെന്റേജ് ആണ് എടുക്കുന്നത്. പ്രധാനമായിട്ട് സർജറി കഴിഞ്ഞവരുടെ കേസ് റേറ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒരു സർജറി കഴിഞ്ഞ ആളുകളില് എത്ര പേര് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു, ഒരു നിർദ്ദിഷ്ട ഒരു ടൈം ഫ്രെയിം ഉണ്ട്, ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളിൽ എത്ര പേര് അത് സ്വീകരിച്ചിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് നോക്കുന്നത്. നോക്കിയേ, ഫോർമുല നമ്പർ ഓഫ് പേഷ്യൻസ് who did receive appropriate prophylactic antibiotics. ആ ഒരു സർജറിക്ക് ശേഷം എത്ര ആളുകളാണ് അല്ലെങ്കിൽ എത്ര പേഷ്യൻസ് ആണ് രോഗനിവാരണത്തിനായി ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചത്, അവരുടെ ആകെ എണ്ണം അല്ലെങ്കിൽ ആകെ നമ്പർ divided by number of patients who underwent surgeries in the operation theatre. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ വിധേയരായിട്ടുള്ള മൊത്തം പേഷ്യൻസ് ഉണ്ടാവുമല്ലോ അല്ലെ. ചിലപ്പോ എല്ലാവരും ചിലപ്പോ ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായിട്ടുള്ളവരുടെ പേഷ്യൻസിന്റെ ആകെ എണ്ണം, ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായിട്ടുള്ള ആകെ പേഷ്യൻസിന്റെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്.
ഇനി അതിൽ എത്ര പേര് എന്ത് സ്വീകരിച്ചു? ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇൻറ്റു 100 ചെയ്താല് percentage of cases who received appropriate prophylactic antibiotics within the specified time frame period. Clear ആണോ? 18th one clear ആണോ? Okay ആണോ? Okay. Then 19th നോക്കിയേ, percentage of rescheduling of surgeries. അല്ലെ, സർജറീസ് ചില സമയത്ത് സർജറീസ് റീഷെഡ്യൂളിങ് ചെയ്യാറില്ലേ? മാറ്റിവെക്കാറില്ലേ? ചെയ്യാറില്ലേ? അത് തന്നെ, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കൺസിസ്റ്റ് ഓഫ് cancellation and postponement beyond 4 hours of the surgery. എന്താ ഇവിടെ സർജറീസ് റീഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞാലോ, ഒന്നില്ലെങ്കിൽ ചിലപ്പോ ഒരു ദിവസം എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി നമ്മൾ സർജറീസ് ഒക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാറുണ്ട് അല്ലെ? ഇന്ന ദിവസം ഇത്ര സമയത്ത് ചെയ്യാന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്യാറില്ലേ? ഇല്ലേ? ഓൾമോസ്റ്റ് മിക്ക സർജറീസും നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതുപോലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കാം. അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് പല കാരണങ്ങളാൽ ചിലപ്പോ എന്ത് ചെയ്യേണ്ടി വരും? ഈ സർജറീസ് മാറ്റി വെക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിലോ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരാം, അതുപോലെ തന്നെ മാറ്റി വെക്കേണ്ടതായിട്ട് വരാം. അവിടെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ പറയുന്നുണ്ട്, ബിയോണ്ട് 4 hours. എന്താ? 4 മണിക്കൂറിനപ്പുറം ഉള്ള കേസുകളാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അതായത് 4 മണിക്കൂറിൽ കൂടുതൽ അപ്പുറമുള്ള എന്താ മാറ്റിവെക്കലോ അല്ലെങ്കിൽ ക്യാൻസലേഷൻ. ചിലപ്പോ എന്താണ് ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ചിലപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോൾ ചിലപ്പോ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരാളുടെ സർജറി കഴിയാൻ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാല് ഒരു 4 മണിക്കൂർ വരെ നമുക്കധികം എന്താ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അത് വലിയ പ്രശ്നമല്ല. 4 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 4 മണിക്കൂറിനപ്പുറം എന്ത് ചെയ്യാം? ചിലപ്പോ സർജറീസ് നീട്ടി വെക്കാം അല്ലെ, മാറ്റി വെക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അങ്ങനെയുള്ള കേസുകളാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഇപ്പൊ ചിലപ്പോ ഒരു ദിവസം ഇന്ന് നടത്താമെന്ന് പറഞ്ഞാൽ ചിലപ്പോ അവരെന്ത് ചെയ്യും? നാളത്തേക്ക് മാറ്റാം അല്ലെ? അങ്ങനെയുള്ള മാറ്റലൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഒരു 4 മണിക്കൂറിനുള്ളിലാണെങ്കിൽ അവിടെ അത് പ്രശ്നമാവുന്നില്ല. 4 മണിക്കൂറിനപ്പുറമുള്ള റീഷെഡ്യൂളിംഗ് ആണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. നോക്കിയേ, ഇതിന്റെ ഫോർമുല നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്. എത്ര കേസസ് ആണ്, എത്ര കേസാണ് ഇവിടെ, എത്ര കേസ് ആ ഒരു എണ്ണമാണ് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, എത്ര നമ്പർ ഓഫ് സർജറീസ് ആണ് ഇവിടെ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. അവിടെ പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത സർജറികള് എത്രത്തോളം നമ്പർ ഉണ്ട് അല്ലെ? ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ സർജറീസ് ആയിരിക്കുമല്ലോ. അങ്ങനെ എത്ര എണ്ണം, ഇപ്പൊ ഒരു 100 എണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിൽ 1 or 2 ആയിരിക്കാം ചിലപ്പോ എന്ത് ചെയ്യുന്നത്? മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ന്യൂമറേറ്ററിൽ വരുന്നത് എന്താ? എത്ര എണ്ണം, എത്ര സർജറീസ് ഓൾറെഡി എത്ര നമ്പർ ഓഫ് സർജറീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ എത്ര എണ്ണം എന്ത് ചെയ്യേണ്ടി വന്നു? റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു. ഇൻറ്റു 100 ആണ് അത് കാണാനുള്ള ഫോർമുല. മനസ്സിലായോ? 19th one ക്ലിയർ ആണോ? ഓക്കെ. Then 20th നോക്കി, turnaround time for issue of blood and blood components. എന്താ? ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിന്റെ ടേൺ അറൌണ്ട് ടൈം എന്താണ്? വിതരണം ഇഷ്യൂ ചെയ്യുന്നതിന്റെ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ്. ഇപ്പൊ നമ്മുടെ ബ്ലഡ് ബാങ്കിലൊക്കെ പോകുമ്പോ നമ്മൾ എന്താണ്, ബ്ലഡ് ബാങ്കിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബ്ലഡ് ബാങ്കില്? ഓക്കെ, പോയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? വെറുതെ അങ്ങ് പോവാണോ? അവിടെ ചെന്ന് വെറുതെ ചോദിച്ചാൽ അവർ ബ്ലഡ് തരുമോ? വെറുതെ ചോദിച്ചാൽ ബ്ലഡ് തരുമോ? അതിനെന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? എന്താ കൊണ്ടുപോകേണ്ടത്? പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും എന്താണ് കൊണ്ടുപോകണ്ടേ. അവിടെ ചെന്ന് നമ്മൾ ബ്ലഡ് ആവശ്യപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബ്ലഡ് ഗ്രൂപ്പ് അടങ്ങിയിരിക്കണം. അത് കൂടാതെ പോയവരാണെങ്കിലും ഒന്ന് പറഞ്ഞേ, ബ്ലഡ് ബാങ്കില് ബ്ലഡ് സ്വീകരിക്കാൻ അല്ലെങ്കിൽ ബ്ലഡ് ബുക്ക് ചെയ്തിടാനൊക്കെ ചിലർ പോയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് അവിടെ കൊണ്ടുപോകേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്? എന്താ? അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആണല്ലോ പോകുന്നത്. ബ്ലഡ് ആവശ്യത്തിന് നമ്മൾ ഹോസ്പിറ്റലിന്റെ അഭ്യർത്ഥന പ്രകാരമല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പേഷ്യന്റ് ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്തിരിക്കുന്നത് ആ ഡോക്ടറിന്റെ ഒരു ലെറ്റർ ഉണ്ടാവും. തരാറില്ലേ? അവര് ലെറ്റർ തരാറില്ലേ?
ഇന്ന പേഷ്യന്റ്, ഇന്ന ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യന്റ്, ഇന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള പേഷ്യന്റിന് ഇത്ര ബ്ലഡ് വേണം എന്ന ആ ഒരു ഡോക്ടറുടെ റിക്വസ്റ്റ് വേണം. ആ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ബ്ലഡ് ബാങ്കിൽ പോയാൽ നമുക്ക് അവർ ബ്ലഡ് തരുള്ളൂ. അല്ലാതെ വെറുതെ പോയി ചോദിച്ചാൽ നമുക്ക് തരില്ല. അത് ലീഗൽ ഫോർമാലിറ്റീസ് ആണ് അതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുക്കണം അല്ലെ. ആ റിക്വസ്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം നമുക്ക് പോകുമ്പോ ഈ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബോട്ടിൽ തന്നിടാറുണ്ടോ? ആ ഒരു പേഷ്യന്റിന്റെ ബ്ലഡിന്റെ സാമ്പിൾ തന്നിടും. പോയിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെയൊക്കെ കൊണ്ട്? ബോയ്സ് ആരും പോയിട്ടില്ല? ഇല്ല. ഓക്കെ, നോക്കി. ഇപ്പൊ ബ്ലഡ് രണ്ട് കൂട്ടാണ് അവര് നമ്മളെ പ്രധാനമായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് പേഷ്യന്റ് ആണോ, ഏത് ഡോക്ടറെയാണോ അവർ കൺസൾട്ട് ചെയ്യുന്നത്, ആ ഡോക്ടറുടെ റിക്വസ്റ്റ് ഫോം വേണം. അതായത് ഇന്ന ബ്ലഡ് ഇന്ന ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഇന്ന പേഷ്യന്റിന്, ഇന്ന ഗ്രൂപ്പ് ഉള്ള പേഷ്യന്റിന് ഇത്ര ബ്ലഡ് വേണം എന്നുള്ള റിക്വസ്റ്റ് ലെറ്റർ ആരുടെ നിന്ന് മേടിക്കണം? ഈ പോകുന്ന നമ്മൾ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യുന്നത് ആ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് വേണം. അതുപോലെ തന്നെ ഈ പോകുന്ന പേഷ്യന്റിന്റെ, ഏത് പേഷ്യന്റിനാണ് നമ്മൾ ആ ഒരു ബ്ലഡ് വാങ്ങിക്കാൻ പോകുന്നത്, ആ പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിളും വേണ്ടി വരും. ആ സാമ്പിൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള, അതായത് ബ്ലഡ് ക്ലോട്ട് ആവാത്ത രീതിയിലുള്ളൊരു ബോട്ടിലൊക്കെ ആക്കി ഇവർ ആ ഹോസ്പിറ്റലുകാരൊക്കെ നമ്മൾ തന്നുവിടും. റിക്വസ്റ്റ് ഫോമും അതിനനുസരിച്ചുള്ള സാമ്പിളൊക്കെ തന്നുവിടും. നമ്മൾ ജസ്റ്റ് അവിടെ കൊണ്ടുപോയി കൊടുക്കുക, അത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവർ പറയും എപ്പോഴാണ്, ചിലപ്പോൾ ചിലവർ ബുക്ക് ചെയ്തിടുമായിരിക്കും ചെയ്യാം. അതായത് ഇത് സർജറി ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി പോയി ബുക്ക് ചെയ്തിടും. ആവശ്യം വന്നാൽ അപ്പൊ ചെന്ന് വാങ്ങാം എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുക്ക് ചെയ്തിടണമെങ്കിലും ഈ സാമ്പിൾ വേണം. ഈ സാമ്പിൾ കൊടുക്കുന്നത് എന്തിനാണ് ഈ ബ്ലഡ് സാമ്പിൾ അവർക്ക് കൊടുക്കുന്നത്? എന്തിനാ സാമ്പിൾ കൊടുക്കുക? വെറുതെ അവർക്ക് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. ആ മാച്ച് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ. മാച്ച് ആണ്. അപ്പൊ അവിടുന്ന് കൊടുത്തു വിടുന്നതിന് മുൻപ് അവരുടെ ബ്ലഡ് ബാങ്കിനുള്ളിൽ വെച്ച് പല രീതിയിലുള്ള മാച്ചിങ് ടെസ്റ്റുകളും ചെയ്തതിന് ശേഷമാണ് അത് യോജിച്ചതാണെങ്കിലല്ലേ കൊടുത്തു വിടാൻ പറ്റുള്ളൂ. ആ മാച്ചിങ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാമ്പിൾ കൂടി കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത് നോക്കിയേ, ആ ഒരു ബ്ലഡ് ബാങ്കില് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരുപാട്, ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ബ്ലഡ് ബാങ്കിൽ ബ്ലഡിന് വേണ്ടി പോയാലും ഒരുപാട് സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആ ഒരു ബ്ലഡ് കമ്പോണൻസ് വിതരണം ചെയ്യാനായിട്ട് എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് അതാണ് ഇവിടുത്തെ റേറ്റ് നോക്കുന്നത് കേട്ടോ. നോക്കിയേ, ടൈം ടേക്കൺ ടു ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ടൈം ദ റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ ബ്ലഡ് ബാങ്ക്. അപ്പൊ ആ ഒരു ടൈം നോക്കുന്നത് എപ്പോഴാണ്? ആദ്യം ആ ഒരു ബ്ലഡ് ബാങ്കിലേക്ക് ആ റിക്വസ്റ്റ് കിട്ടുന്ന സമയം മുതൽ അല്ലെ. ആ ഒരു റിക്വസ്റ്റ് കിട്ടുന്നത്, നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു റിക്വസ്റ്റ് അവിടെ ബ്ലഡ് ബാങ്കിലേക്ക് കിട്ടുന്ന സമയം മുതൽ till the blood is cross matched. ആ ബ്ലഡിന്റെ ആ സാമ്പിൾ ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യും? അത് ക്രോസ് മാച്ച് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ അത് കൃത്യമാണോ അനുയോജ്യമാണോ എന്ന് നോക്കും അല്ലെ. ആൻഡ് അവൈലബിൾ ഫോർ ട്രാൻസ്ഫ്യൂഷന് വേണ്ടി അവൈലബിൾ ആക്കുന്നു അല്ലെങ്കിൽ ലഭ്യമാക്കുന്നത് വരെയുള്ള ഒരു സമയമുണ്ടല്ലോ. ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു ബ്ലഡ് ബാങ്കിൽ നമ്മൾ ചെന്ന് ആ ബ്ലഡ് ബാങ്കിൽ നിന്ന് ആ ബ്ലഡ് ബാങ്കിലേക്ക് ഒരു റിക്വസ്റ്റ് കിട്ടണം അല്ലെ. ആ റിക്വസ്റ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ബ്ലഡ് ബാങ്കിലേക്ക് എപ്പോഴാണോ ആ റിക്വസ്റ്റ് കിട്ടുന്നത് ആ സമയം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ സമയം മുതൽ അവർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് അല്ലെ. ആ ബ്ലഡ് സാമ്പിൾ കൃത്യമായിട്ട് മാച്ച് ആവുന്നുണ്ട്, അവർ കൊടുക്കാൻ പോകുന്ന ബ്ലഡുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, അങ്ങനെയുള്ള അനുയോജിത ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ആ ബ്ലഡ് നമുക്ക് എപ്പോഴാണോ ലഭ്യമാക്കി തരുന്നത് അതുവരെയുള്ള ഒരു സമയത്തെയാണ് ഇത് ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? അവർ എടുക്കുന്ന സമയത്തിന്റെ ഗ്യാപ്പ്. ഓക്കെ, ഫോർമുല നോക്കി. സം ഓഫ് ടൈം ടേക്കൺ, എത്രത്തോളം സമയം അല്ലെ, എടുത്ത സമയത്തിന്റെ ആകെ തുക അല്ലെ, എടുത്ത സമയം, അവിടെ എടുത്ത സമയത്തിന്റെ ആകെ തുക divided by total number of blood and blood components cross matched or reserved. ആ cross matched or reserved എന്ന് പറഞ്ഞാൽ അവിടെ ഓറിന്റെ മീനിങ് ആണ് കേട്ടോ, വൈ ആണ് വിചാരിക്കരുത്. ചിലർക്ക് അതൊരു ഡൗട്ട് വരാം കേട്ടോ, വൈ ആണോ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ എന്നല്ലാട്ടോ അതിന്റെ മീനിങ്. ക്രോസ് മാച്ച്ഡ് അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്, ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ് എന്നാണ് കേട്ടോ. നോക്കിക്കോ, നോക്കിയേ എന്താണ് പറഞ്ഞത് അതിന്റെ ഫോർമുല? സം ഓഫ് ടൈം ടേക്കൺ ഫോർ
അല്ലെ എത്ര സമയം എടുത്ത സമയത്തിന്റെ ആകെ തുക. അവിടെ നമുക്ക് അത് തരാൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്. അവിടെ എടുത്ത അല്ലെ അവിടെ ആ ഒരു ക്രോസ് മാച്ച് ചെയ്ത് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് ചെയ്ത് നമുക്ക് എത്ര നമ്പർ ടോട്ടൽ നമ്പർ ആണ് ചോദിക്കുന്നത്, എത്ര ക്രോസ് മാച്ചിങ് നടത്തി. അവിടെ ഇതിൽ ഒരുപാട് സെറ്റ് നമ്മൾ കൊടുക്കുന്നത് മാത്രമായിരിക്കില്ലല്ലോ, ഒരുപാട് നമ്പർ അവിടെ ക്രോസ് മാച്ചിങ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഒരുപാട് എണ്ണം ചെയ്തിട്ടുണ്ടാവും. അതില് എത്ര സമയം നമുക്ക് തരാനായിട്ട് എടുത്തു, അതാണ് അവിടുത്തെ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായോ? 20th മനസ്സിലായോ? ഓക്കെ. Then 21 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 21 19th നിങ്ങൾ നോട്ട് ചെയ്തായിരുന്നോ? 19th നോട്ട് ചെയ്തോ? ആ ഒരു പേജില് 17th ആ ഒരു പേജിൽ അങ്ങ് പറയാട്ടോ മിസ്, അല്ലെങ്കിൽ ചിലപ്പോ വിട്ടുപോകും. നോക്കി 17th 1 നോട്ട് ചെയ്തായിരുന്നോ? 17th 1 ഇമ്പോർട്ടന്റ് ആണ്, 19th ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 19ാമത്തെ കേട്ടോ. Then നെക്സ്റ്റ് വരുന്നത് 21 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 21 and 23 നോട്ട് ചെയ്തോ? 21 and 23 കേട്ടോ. നോക്കിയതില് നെക്സ്റ്റ് നമ്മള് 21 ആണ് പറയുന്നത്. നോക്കി nurse patient ratio for ICUs and ward. അല്ലെ വാർഡും ICU ഒക്കെ പഠിച്ചല്ലേ? അവിടുത്തെ nurse patient ratio എത്രയാ? ICUലെ വാർഡിൽ നമ്മൾ റേഷ്യോ ഒന്നും പഠിച്ചില്ല, ICUല് പഠിച്ചില്ലേ? എത്രയായിരുന്നു nurse patient ratio? എത്രയായിരുന്നു? മറന്നുപോയി. 2:1 ആണോ 1:2 ആണോ? 2:2. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള റേഷ്യോ ആണ് അല്ലെ? 1:2 or 1:1 അല്ലെ? 1:1 or 1:2. അതായത് ഒരു നഴ്സിന് ഒരു പേഷ്യന്റ് എന്ന നിരക്കിൽ, അല്ലെന്നുണ്ടെങ്കിലോ കുറച്ചുകൂടി പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഒരു നഴ്സിന് 2 പേഷ്യന്റ് എന്ന നിലക്കിൽ 1:1 അല്ലെങ്കിൽ 1:2 ആണ് ICUലെ nurse patient ratio എന്ന് പറയുന്നത് കേട്ടോ. വാർഡിലാവുമ്പോ ചിലപ്പോ 1:6 ആവാറുണ്ട്. ജനറൽ വാർഡൊക്കെ ആണെങ്കിൽ 1:6, അതായത് ഒരു നഴ്സ് 6 പേഷ്യൻസിന് വേണ്ടിയിട്ട്. ഇനി സ്പെഷ്യലൈസ്ഡ് വാർഡൊക്കെ ആണെങ്കിൽ 1:4 ആവാം, ഒരു നഴ്സ് 4 പേഷ്യന്റിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് കണക്കാക്കാറ്. ഇനി അവിടുത്തെ പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ് നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണത്തിനും അനുസരിച്ച് റേഷ്യോയിൽ വ്യത്യാസം വരാം കേട്ടോ ചില സമയത്ത്. നോക്കിയേ ICUലൊക്കെ റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് റേഷ്യോ ആണ്. കാരണം അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കെയർ കൊടുക്കുമ്പോൾ ഒരുപാട് പേഷ്യൻസിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാനേജ് ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു റേറ്റ് ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഓൾറെഡി പഠിക്കാനും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ nurse patient ratio എങ്ങനെയാണ് ICUലിൽ വാർഡിൽ കാണുന്നത്? ഫോർമുല നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ, അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണവും അതുപോലെ തന്നെ എത്ര ബെഡുകൾ അവർ ഒക്യുപ്പൈഡ് ആയി, എന്താ എത്ര ബെഡുകൾ അവര് കൈവശപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ചിലപ്പോ എല്ലാ ബെഡും കാലിയായിട്ട് എടുക്കുന്ന ബെഡിൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, പക്ഷെ എല്ലാ ബെഡും ഫുൾ ആയിട്ടുണ്ടെങ്കിലോ അത്രയും പേഷ്യന്റിനെ ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റാഫുകളിൽ തന്നെ നോക്കണം. ഇപ്പൊ ഒരു 5 നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർ തന്നെ ഇത്രയും പേരെ മാനേജ് ചെയ്യണ്ടേ. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് റേഷ്യോ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ നോക്കുന്നത്. നോക്കിയ ഫോർമുല നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, അവിടെ ആകെ എത്ര നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫുകളാണോ ഉള്ളത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. എത്ര ബെഡുകൾ ആ പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ബെഡുകൾ ഫില്ലായിട്ടുണ്ട് അല്ലെ, എത്ര ബെഡുകൾ ഫില്ലായിട്ടുണ്ട്, അതിന്റെ ആകെ എണ്ണം. മനസ്സിലായോ? 21 nurse patient ratio in ICU and ward. എത്ര നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്സ്. ഓക്കെ അല്ലേ? Then 22 നോക്കി വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. എന്താണ് നമ്മൾ പോവാറില്ലേ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി? ഡോക്ടറെ കാണാൻ പോവാറില്ലേ? നിങ്ങള് പോവാറില്ലേ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലല്ലേ പോകുന്നേ അല്ലെ? നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ടോ? ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് ടൈം ആണ് നമ്മൾ ഇവിടെ റേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നല്ല ഒരുപാട് വെയിറ്റിംഗ് ടൈം ഇരുന്നാലും ഇതൊരു ക്വാളിറ്റി സർവീസിന്റെ ഭാഗമാണോ? ഒരുപാട് വെയിറ്റിംഗ് ടൈം തരിക എന്ന് പറയുന്നത്
അല്ല അല്ലെ, നല്ലൊരു ക്വാളിറ്റി സർവീസിന്റെ ഭാഗമല്ല അത് അല്ലെ. അപ്പൊ ഒരുപാട് വെയിറ്റിംഗ് ടൈം നമുക്ക് തരാൻ പാടില്ല അല്ലെ. കുറച്ച് വെയിറ്റിംഗ് ടൈം അല്ലെങ്കിൽ എന്താ ഉടനെ നമുക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ തരണം എന്നാണ് നല്ലൊരു ക്വാളിറ്റി സർവീസിൽ പറയുന്നത്. അവിടെ അങ്ങനെ വെയിറ്റിംഗ് ടൈം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ആകുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യണം, ആ വെയിറ്റിംഗ് ടൈം ഒക്കെ കുറച്ച് നൽകുന്ന സർവീസുകൾ മെച്ചപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് അവരിങ്ങനെയുള്ള വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ 22 വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. വെയിറ്റിംഗ് ടൈം ഈസ് ദ ലെങ്ത് ഓഫ് ടൈം അല്ലെ. അവിടെ ആ ഒരു ലെങ്ത് ഓഫ് ടൈം ഒരു സമയപരിധിയാണ് അവിടെ പറയുന്നത്. എത്രയാണ്? which one should wait in order for a specific action to happen after that action is called for or mandated. എന്താ, ഒരു പ്രത്യേക പ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്താ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസൾട്ടേഷന് വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ. ഡോക്ടർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. നമ്മൾ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവർ ആ ഒരു ടോക്കൺ നമ്പർ പ്രകാരം നമ്മൾ വിളിച്ചാലല്ലേ നമുക്ക് പോയി കാണാൻ പറ്റുള്ളൂ ഇല്ലേ. അപ്പൊ ആ ഒരു പ്രത്യേക പ്രവൃത്തി, അതായത് ഡോക്ടറെ കാണുക അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേക പ്രവൃത്തി നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. നോക്കിയേ, waiting time for outpatient consultation is the time from which the patient has come to the respected outpatient department. ആ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വെയിറ്റിംഗ് ടൈമിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ അല്ലെ. നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ സമയം മുതൽ, മനസ്സിലായോ, അവർ ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൺസൾട്ടേഷന് വേണ്ടി എത്തിയ സമയം മുതൽ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ദ സെയിം ആസ് രജിസ്ട്രേഷൻ. ചിലപ്പോൾ ഇത് ആ ഒരു രജിസ്ട്രേഷൻ നടത്തുന്ന സമയം മുതലാവാം, അല്ലെങ്കിൽ അല്ലാതിരിക്കും. ചിലപ്പോൾ ഓൾറെഡി അപ്പോയിന്റ്മെന്റുകളും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത്രയും സമയം പോകുന്നില്ല. ചിലരാവുമ്പോ എങ്ങനെയാ, നമ്മൾ എവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണ്ടേ പോയിരിക്കാം, വേണ്ടേ. അപ്പൊ അത് രണ്ടും ഉൾപ്പെടും കേട്ടോ. അപ്പൊ ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് എത്തുന്ന സമയം മുതല്, അവിടെ എത്തുന്ന സമയം മുതല് till the time that the respected consultant begins the assessment. അതായത് നോട്ട് ദ ജൂനിയർ ഓർ ഡോക്ടർ ഓർ റെസിഡന്റ്, അവരല്ല, നമുക്ക് ഏതാണോ ആ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ ഏത് സീനിയർ ഡോക്ടറെ ആണോ നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്, ആ ഡോക്ടർ ബിഗിൻസ് ദ അസസ്മെന്റ് എന്ന് പറയുന്നത് അവരെ പ്രാഥമികമായി വിലയിരുത്തൽ നടക്കുന്നത് വരെയുള്ള സമയം. അതായത് നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ആയിട്ട് നമുക്കൊരു ഡോക്ടറെ കാണാൻ പോകണം, നമ്മൾ ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ചെന്നെത്തുന്ന സമയം മുതല് നമ്മൾ ഒരു പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഡോക്ടർ വന്ന് നമ്മളെ നോക്കുന്ന സമയം വരെ ഉണ്ടല്ലോ, ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആ ഒരു വെയിറ്റിംഗ് ടൈം എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അതിന്റെ ഫോർമുല നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ അല്ലെ. കൺസൾട്ടേഷന് വേണ്ടിയിട്ട് സമയം, അവിടുത്തെ ആ ഒരു കൺസൾട്ടേഷന് വേണ്ടി എത്ര സമയം ഓരോ പേഷ്യൻസിനും എടുത്തു, അതിന്റെ ടോട്ടൽ സം ആണ്, ടോട്ടൽ തുക നോക്കിയേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്, അവിടെ വന്നിരിക്കുന്ന ഔട്ട് പേഷ്യൻസിന്റെ ആകെ എണ്ണം, അതിൽ അവരെ കൺസൾട്ട് ചെയ്യാനായിട്ട് എത്ര സമയം മൊത്തം എടുത്തു, അതാണ് അവിടുത്തെ വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. എന്താണ്? സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. അവിടെ ഓരോ ഇൻപേഷ്യൻസിനും എത്ര സമയമാണ് അവര് കൺസൾട്ടേഷന് വേണ്ടി എടുത്തത്, അതിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന ഔട്ട് പേഷ്യൻസിന്റെ ആകെ എണ്ണം. കിട്ടിയോ? 22 കിട്ടിയോ? Okay. Then 23 നോക്കിയേ, waiting time for diagnostics. Waiting time for diagnostics. Diagnostic 23 important ആണ് കേട്ടോ. Waiting time for diagnostic. Diagnosticsന് വേണ്ടിയിട്ടുള്ള waiting time. നോക്കിയേ, waiting time for diagnostics is the time from which the patient has come to the diagnostic service, that is requisition form has been presented to the counter, till the time that the test is started. അല്ലേ?
ഇതിപ്പോ നമ്മളിപ്പോ ഒരു കൺസൾട്ടേഷന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ലാബിലൊക്കെ നിങ്ങൾ പോകുമ്പോ അവിടെ ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? നമ്മളെ വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ലേ? അതെ, ആ സമയമാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഈസ് ദ ടൈം from which the patient has come to the diagnostic service. ഇപ്പൊ ഒരു റേഡിയോളജി റൂമിലേക്ക് അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കാനോ വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലാണ്. ആ ഒരു ചെല്ലുന്ന സമയം ആ ഒരു ഡയഗ്നോസ്റ്റിക് സർവീസിന് വേണ്ടി ആ ഒരു ഡയഗ്നോസ്റ്റിക് ഏരിയയിലേക്ക് ഒരു പേഷ്യന്റ് എത്തുന്ന സമയം മുതൽ, അതായത് നമ്മുടെ കയ്യിൽ അപ്പൊ എന്തുണ്ടാവും, ഒരു റിക്വസ്റ്റ് ലെറ്റർ ഉണ്ടാവില്ലേ, ഒരു റിക്വസ്റ്റഡ് ഫോം ഉണ്ടാവില്ലേ, ഡോക്ടർ എഴുതി തരുന്ന ഉണ്ടാവില്ലേ, ഇന്ന സ്കാൻ ആയിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന എക്സ്റേ ആയിരിക്കണം ചെയ്യുന്നത്, ഇന്ന ഭാഗത്തായിരിക്കണം എന്ന് ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിക്വസ്റ്റ് ചെയ്ത് അഭ്യർത്ഥന എഴുതി തന്നിട്ടുണ്ടാവില്ലേ? അത് നമ്മൾ ആ ഒരു കൗണ്ടറിൽ കൊടുക്കുന്ന സമയം, അതായത് നമ്മൾ ആ ഒരു റിക്വസ്റ്റ് സ്വീകരിക്കുന്ന സമയം മുതൽ നമ്മൾ എപ്പോഴാണോ ആ ഒരു ടെസ്റ്റിന് വിധേയമാക്കുന്നത് അത്രയും സമയം ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക് മനസ്സിലായോ? ഓക്കെ, ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്, എന്താ അവിടെ ഒരു ഇതൊന്നും ചെയ്ത് ചേർത്തേ നിങ്ങള്, സം ഓഫ് ടൈം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്തേ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ്, സം ഓഫ് ടൈം taken for diagnosis, sum of time taken for diagnosis. ഡയഗ്നോസിസിന് വേണ്ടി അല്ലെങ്കിൽ രോഗനിർണയം ചെയ്യാം, ആ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്ര സമയമാണ് മൊത്തം എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. അവിടെ വന്നിരിക്കുന്ന ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആകെ പേഷ്യൻസിന്റെ എണ്ണം, ആ ഒരു 3 എണ്ണം നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, അതുപോലെ വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, അത് 3ഉം നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഫോർമുലയൊക്കെ ഒരു ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസിസ്, ഡയഗ്നോസിസിന് വേണ്ടി എടുത്ത മൊത്തം തുക അല്ലെങ്കിൽ മൊത്തം സമയം അല്ലെ, ആകെ സമയം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസിസ്, ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് വന്ന ആകെ പേഷ്യൻസിന്റെ മൊത്തം എണ്ണം, ആകെ എണ്ണം. ഓക്കെ ആണോ? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി, ടൈം ടേക്കൺ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 24 ടൈം taken for discharge. ഇനി ഡിസ്ചാർജിന് വേണ്ടി എടുത്ത സമയം നോക്കി. The discharge process is considered to have initiated when the consultant formally approves discharge and ends with the patient leaving the clinical unit. ഇനി എന്താ ഒരു ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താ ഡിസ്ചാർജ് പ്രോസസ് എപ്പോഴാണ് നടക്കുന്നത്? ഒരു ഡിസ്ചാർജ് എങ്ങനെയാണ് നടക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ 2 എണ്ണം പറഞ്ഞു. ഇങ്ങനെയാണ് ഒരു ഡിസ്ചാർജ് പ്രോസസ് നടക്കുക. ഒരു ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ അത് എപ്പോ മുതൽ എപ്പോ വരികയായിരിക്കും? ഡിസ്ചാർജ് എപ്പോഴും നമുക്ക് തരുന്നേ രാവിലെ ഡോക്ടർ എന്ത് വരും? കൺസൾട്ടേഷന് വേണ്ടി വരും അല്ലെ, റൗണ്ട്സിന് വരുന്ന സമയത്ത് ഓക്കെ ആണെങ്കിൽ അവർ എന്ത് പറയും? ഡോക്ടർ തരാണ് അല്ലെ, ഡോക്ടർ ഫോർമൽ ആയിട്ട് നമുക്കൊരു അപ്രൂവ് തരാണ് അല്ലെ, അപ്രൂവൽ തരാണ്, നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം, ഡിസ്ചാർജ് ചെയ്ത് പോവാമെന്ന് ആ ഒരു കൺസൾട്ടന്റ് ഡോക്ടർ എപ്പോഴാണോ അപ്രൂവൽ തരുന്നത് അല്ലെ, ആ സമയം മുതലാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴാണോ അപ്രൂവൽ തരുന്നത് ആ സമയം മുതൽ ആ ഒരു ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് നമ്മൾ പേഷ്യൻസ് ലീവ് ചെയ്തിട്ട് പോകുന്നത് വരെ ആ ഒരു സമയം, ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മുടെ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില ഹോസ്പിറ്റൽ എങ്ങനെയാണ്, ചിലപ്പോൾ രാവിലെ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, നമ്മളോട് രാവിലെ റൗണ്ട്സിനൊക്കെ വരുന്ന സമയത്തല്ലേ ഡോക്ടർ പറയാറ് ഓക്കെ ആണെങ്കിൽ എന്നാ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാട്ടോ അല്ലെ, ഞാൻ എഴുതിയേക്കാന്ന് പറഞ്ഞിട്ട് പോവില്ലേ, പോവാറില്ലേ ഡോക്ടേഴ്സ്? ഇനി അങ്ങനെ പറഞ്ഞാൽ പോലും ചില സമയത്ത് ചിലപ്പോ എന്താവാം, വൈകിട്ട് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി വരാറില്ലേ ഡിസ്ചാർജിന്റെ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നു കിട്ടാൻ വേണ്ടി?
അല്ലെ? ചില ഹോസ്പിറ്റലിൽ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കില്ലേ? അതിന്റെ ബില്ലും കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് കാര്യങ്ങളും ഒക്കെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും സമയം നമുക്ക് അവിടെ ഡിസ്ചാർജിന് വേണ്ടി എടുക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത്രയും സമയം എടുക്കാൻ ശരിക്കും നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ എടുക്കാൻ പാടില്ല. അപ്പൊ അത് അവരുടെ സർവീസിന്റെ ആ ഒരു ഗുണനിലവാരത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അധികം സമയം എടുക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സമയം ഒരുപാട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ഈ പറയുന്ന റേറ്റും കാര്യങ്ങളും എടുത്ത് നോക്കുന്നത്. ഇപ്പൊ ഒരു ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞാല് ഒരു കൺസൾട്ട്, അവർ ആ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ആരാണോ അവര് ആ ഒരു ഡിസ്ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമൽ ആയിട്ട് അവർ ആ ഒരു അപ്രൂവൽ തരുന്നുണ്ട്. വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോവുക എന്നുള്ള രീതിയിലുള്ള ഒരു ഫോർമൽ അപ്രൂവൽ തരുന്ന സമയം മുതൽ ആ പേഷ്യന്റ് ആ ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്ത് പോരുന്നത് വരെയുള്ള ഒരു ടൈം ഗ്യാപ്പിനെയാണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഡിസ്ചാർജ് പ്രോസസിന്റെ റേറ്റ് അല്ലെങ്കിൽ ടൈം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഫോർമുലയാണ് സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് വേണ്ടി എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്ഡ്. എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് ആണ് അവിടെ ഡിസ്ചാർജ് ചെയ്തത്, അതിൽ എത്ര സമയം ഡിസ്ചാർജിന് വേണ്ടി എടുത്തു, അതാണ് അവിടുത്തെ ഫോർമുല എന്ന് പറയുന്നത്. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് വേണ്ടി എടുത്ത സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം. ക്ലിയർ ആണോ? 24th ക്ലിയർ ആണോ? ഓക്കെ. 25 ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു വെക്കാം കേട്ടോ. Okay, 25th, percentage of medical records having incomplete and or improper concerned. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു പേഷ്യന്റ്, നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലുകാർ എന്ത് വേണം, എന്താണ് അവർ ചെയ്യേണ്ടത്? നമ്മളോട് ഇപ്പൊ ഒരു പുതിയ ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സമ്മതം ചോദിക്കണ്ടേ? നമ്മളോട് കൺസേൺ എന്ന് പറയുന്നത് സമ്മതം അല്ലെ? നമ്മളോട് സമ്മതം ചോദിക്കണ്ടേ? അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് തുടങ്ങാൻ പറ്റുമോ? ഒരു പുതിയ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ശരിയായ രീതിയിൽ അത് ആ പേഷ്യൻസിനോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ നടത്തണം. അതായത് പേഷ്യൻസിന് ഇതിപ്പോ അവർക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനോടാണെങ്കിലും എന്ത് ചെയ്യണം, ആ ഒരു പേഷ്യൻസ് കൃത്യമായിട്ട് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ആണ് ആ ട്രീറ്റ്മെന്റിന് നടക്കുന്ന പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് അവർക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി വരാവുന്ന പലതരത്തിലുള്ള റിസ്കുകൾ ഉണ്ടാവും അല്ലെ? ചില എന്താണ് സൈഡ് എഫക്ട്സ് കാര്യങ്ങൾ ഉണ്ടാവാലോ, ചില രീതിയിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ പല രീതിയിലുള്ള അപകട സാധ്യതകൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വഴി വരാം അല്ലെ? അതുപോലെ തന്നെ അവർക്ക് അതിലും കൂടുതൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ നേട്ടങ്ങളും ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഇനി ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഷ്യൻസിന് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ, അവരുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ കൊണ്ടുവരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിലോ അതുമായി ബന്ധപ്പെട്ടുള്ള അപകട സാധ്യതകളും ബെനഫിറ്റ്സും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഓരോ പേഷ്യൻസിനോടും കൃത്യമായിട്ട് അവർക്ക് എന്ത് കൊടുക്കണം, ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ആ പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട്, പേഷ്യൻസിനാണ് അതിന്റെ റൈറ്റ്സ് ഉള്ളത് അല്ലെ? അവർക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന്റെ മറ്റുള്ള നേട്ടങ്ങളും അവർക്ക് അതിനുള്ള റിസ്കുകൾ, അപകട സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പേഷ്യൻസിന് എന്ത് തീരുമാനിക്കാം, ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ലേ? അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ ഓരോ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്തിരിക്കണം, അവർ കൃത്യമായിട്ട് അതിനനുസരിച്ച് ആ പേഷ്യൻസിനോട് അത് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരിൽ നിന്നുള്ള സമ്മതം വാങ്ങണം. കൺസേൺസ് വാങ്ങിയതിനു ശേഷം മാത്രമേ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പൊ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും എന്ത് ചെയ്യാറില്ല, ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാറില്ല. അതാണ് ഇവിടെ പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, ഇത് കൃത്യമായിട്ട് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തുകയും വേണം. ആൻഡ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇംപ്രോപ്പർ കൺസേൺഡ്, ശരിയായ രീതിയിൽ അല്ലെങ്കിൽ എന്താ ഇംപ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് എന്താ അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ചിലപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ കൃത്യമായ രീതിയിലുള്ള കൺസേണോ കാര്യങ്ങളോ അവരിൽ നിന്ന് വാങ്ങാത്തൊരവസ്ഥ ഉണ്ടാവാം. അപ്പൊ അതെത്രത്തോളം റേറ്റ് ഉണ്ടെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് കേട്ടോ.
Okay, informed consent is a type of consent in which the healthcare provider has a duty to initiate his or her patient about the procedure. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആ ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണ് അത്, അവരുടെ ഡ്യൂട്ടിയാണത്. എന്താണ് ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ പൊട്ടൻഷ്യൽ റിസ്ക് വരാനുള്ള സാധ്യതയുള്ള അപകട സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ഇനി അവർക്ക് പറ്റാതെ വന്നാൽ മറ്റൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാം, അതുമായി ബന്ധപ്പെട്ടും ഇതുപോലെ കുറെ നേട്ടങ്ങളും അതുപോലെ തന്നെ അപകട സാധ്യതകളും ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് so as to make the patient able to take an informed decision of his or her health care. അവരുടെ ആരോഗ്യ കാര്യത്തെ കുറിച്ച് ആ ഓരോ പേഷ്യൻസിനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇൻഫർമേഷൻസ് പേഷ്യൻസിന് കൊടുക്കുന്നതിലൂടെ ആ പേഷ്യൻസിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ ഇരിക്കുന്നതിന്റെ പെർസെന്റേജ് എത്രയാണ്, അതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് നമ്പർ ഓഫ് മെഡിക്കൽ ഫോമുല നോക്കട്ടെ. നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ആർ ഇൻകംപ്ലീറ്റ് ആൻഡ് ഇംപ്രോപ്പർ കൺസേൺഡ്, ശരിയായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമല്ലാത്തതായിട്ടുള്ള സമ്മതങ്ങള് എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത്. നോക്കിയേ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, അപ്പൊ അവർക്ക് പുതിയതായിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. കൃത്യമായിട്ട് അവർക്ക് അതിന് കുറെ ബെനിഫിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതുകൊണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവുമല്ലോ. അത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാതെ അവരോടുള്ള അവരുടെ സമ്മതം വാങ്ങാതെ ഇങ്ങനെ ചെയ്താല് ചിലപ്പോ ചില പേഷ്യൻസിന് എന്ത് വെച്ചാറുണ്ട്, ഈ പറയുന്ന കൃത്യമായിട്ടുള്ള രീതിയിൽ അവർ ഇൻഫോം ചെയ്യാതെ ചെയ്താല് ചിലപ്പോൾ ഈ പേഷ്യൻസ് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊസീജിയർ എടുക്കുന്ന വഴി മരണപ്പെട്ടു പോവാം, ഇല്ലേ, മരിച്ചു പോവാൻ പാടില്ലേ, സംഭവിക്കാൻ പറ്റില്ലേ, അല്ലെ, മരിച്ചു പോവാം. അല്ലെങ്കിലോ അവരെന്ത് ചെയ്യാം, അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങള് ശരിയായ രീതിയിൽ ആദ്യമേ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ചിലപ്പോ അവര് ഡിസ്ചാർജ് ചെയ്ത് പോവാം അവിടെ നിന്ന്, അല്ലെ. അങ്ങനെ രണ്ട് രീതിയും വരാം, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഓൾറെഡി അവരോട് പറഞ്ഞവർ സമ്മതം വാങ്ങിച്ചിട്ട് പിന്നെ ആ പേഷ്യന്റ് എന്ത് വന്നാലും അവർക്ക് ഈ ഒരു ഹോസ്പിറ്റലിന് അത് ബാധിക്കുന്നില്ല, അല്ലെ, അവരുടെ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയെ ബാധിക്കുന്നില്ല. അതേസമയം അവരോട് പറയാതെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള കൃത്യമായ മെഡിക്കൽ റെക്കോർഡ്സ് പ്രകാരം അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള സമ്മതങ്ങളാണ് അവരോട് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടൊന്നും അതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ സർവീസ് ഇഷ്ടപ്പെടാതെ അവർ ഡിസ്ചാർജ് ചെയ്ത് പോവാം, അല്ലെങ്കിലോ ചില ആളുകൾക്ക് ഡെത്ത് സംഭവിക്കാം, അല്ലെ, അവരുടേതായിട്ടുള്ള സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഇവര് ട്രീറ്റ്മെന്റിന്റെ നല്ല വശം മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അവർ എന്ത് പറ്റി, അവർ ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറായി, അവർക്ക് ചിലപ്പോ എന്താ ആ ഒരു പേഷ്യന്റിന് ആ ട്രീറ്റ്മെന്റ് ഫലിച്ചില്ല, അത് ചിലപ്പോൾ മരണപ്പെട്ടു പോവാം. അങ്ങനെയുള്ള സംഭവങ്ങൾ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്, അതാണ് നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആണ് ഡെത്ത്. ഇവിടെ എത്ര നമ്പർ ഓഫ് ഡിസ്ചാർജും ഡെത്തുകളും അല്ലെങ്കിൽ മരണങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത്, അതിന്റെ എണ്ണം, അതിൽ എത്ര എണ്ണമാണ് ഇങ്ങനെ മെഡിക്കൽ റെക്കോർഡ്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസേൺ അല്ലെങ്കിൽ സമ്മതങ്ങൾ വഴി ഉണ്ടായിരിക്കുന്നത് ഇൻറ്റു 100 ആണ് അവിടുത്തെ പെർസെന്റേജ് കാണുന്നത്. മനസ്സിലായോ? 25th ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാട്ടാ. അപ്പൊ 25ാമത്തെ ഒന്നും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മിസ് പറഞ്ഞു തരാട്ടാ. അത് കഴിഞ്ഞിട്ട് ഇൻഫോർമഡ് അല്ലെ ഇംപ്രോപ്പർ കേട്ടോ, ശരിയായതല്ലാതെ IMPROPER ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇംപ്രോപ്പർ. കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വായിച്ചു വരാം കേട്ടാ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നും ഒരു 25th തുടങ്ങി കണ്ടിന്യൂ ചെയ്യാം കേട്ടാ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.